ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഡെസേർട്ട് ഐറ്റമാണ് കാണിക്കുന്നത്. അതിൻ്റെ പേരാണ് ബനോഫി പൈ. ഒരു ബ്രിട്ടീഷ് ഒറിജിൻ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റമാണ്. ബനാന പ്ലസ് ടോഫി, അതാണ് ഈ ബനോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഴവും ടോഫിയുമാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണാം. ആദ്യമായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ടോഫിയാണ് തയ്യാറാക്കുന്നത്. ഇത് ഒരു 200 ഗ്രാമിൻ്റെ മിഠായി മേറ്റിൻ്റെ ഒരു ടിന്നാണ്. അപ്പോൾ അത് ഇതുപോലെയുള്ള ഒരു കുക്കറിൽ നമ്മൾ വെക്കുക. എന്നിട്ട് ഈ ഒരു ടിന്നിന് മൂടി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. അതിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം. ആ പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റോളം വെക്കേണ്ടി വരും. അപ്പോൾ ഒരു വിസിൽ വരും. ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഓഫാക്കിയിട്ട് അതവിടെ വയ്ക്കുക. എന്നിട്ട് നല്ല പോലെ തണുത്തതിന് ശേഷം, അതായത് കുക്കറായാലും ടിന്നായാലും കംപ്ലീറ്റ്ലി തണുത്തതിന് ശേഷം മാത്രമേ ഇത് തുറക്കാവൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് രാത്രി ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി തണുത്ത് കിട്ടും. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ബിസ്ക്കറ്റാണ്. ഇവിടെ ഒരു 150 ഗ്രാമിൻ്റെ ആരോറൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. അതിലേക്ക് ഉരുക്കിയിട്ടുള്ള ബട്ടർ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു 50 ഗ്രാം ബട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരുപാട് ബട്ടറിൻ്റെ ആവശ്യമില്ല. ഒരുപാട് ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയായിട്ട് മാറും. അപ്പോൾ ഒന്നൊന്ന് നല്ലപോലെ ഒന്ന് നനയണം, അത്രയേ ഉള്ളൂ. ഓവറായിട്ട് നനയും വേണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതാക്കിയതിന് ശേഷം ഒരു പുഡിംഗ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഏത് ട്രേ ആണ് ഉപയോഗിക്കുന്നത്, ആ ട്രേയുടെ ഏറ്റവും താഴത്തെ ലെയറായിട്ടാണ് ഈ ബിസ്ക്കറ്റ് വരിക. അപ്പോൾ ഈ ബിസ്ക്കറ്റ് എല്ലാം കൂടെ നമ്മൾ ആ ട്രേയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് നിരപ്പാക്കിയിട്ട് ഒന്നൊന്ന് അമർത്തി കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് അമർത്തി റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് വയ്ക്കുക. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കാനുള്ളതാണ് ടോഫി. ഇപ്പോൾ ടോഫി ഇവിടെ റെഡി ആയിട്ടുള്ളതാണ് ഈ കാണുന്നത്. മിൽക്ക് മെയ്ഡിൻ്റെ കളറെല്ലാം മാറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആ ഒരു ടിന്നിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. കാരണം നല്ല കട്ടിയാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കാൻ. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ബിസ്ക്കറ്റിൻ്റെ ലെയർ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് ഈ ടോഫി ഇട്ടിട്ട് പതുക്കെ നിരപ്പാക്കി കൊടുക്കുക. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നിരപ്പാക്കി എടുക്കുക. അപ്പോൾ ഇതും നല്ലപോലെ ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇതും ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. നമുക്ക് ആവശ്യമുള്ളതാണ് വിപ്പിംഗ് ക്രീം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് സ്റ്റിഫായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. അതിൽ പ്രത്യേകിച്ചൊരു മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ടോഫിയിലും മധുരമുണ്ട്, ബിസ്ക്കറ്റിലും ചെറിയ രീതിയിലുള്ള മധുരം ഉണ്ടാവും. ഇനി പഴവും ചേർക്കുമ്പോൾ മധുരം ഉണ്ടാവും. അപ്പോൾ എക്സ്ട്രാ മധുരം ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ വേണ്ടതാണ് റോബസ്റ്റ പഴം. റോബസ്റ്റ പഴം ഒരു 1-1.5 വേണ്ടി വരും. അത് നല്ല ചെറുതായിട്ട് ഈ രീതിയിലൊന്ന് മുറിച്ചും എടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് ടോഫി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആദ്യം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള റോബസ്റ്റ പഴം നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം, അടുത്ത ലെയറായിട്ട് ക്രീം. അപ്പോൾ മൊത്തത്തിൽ 4 ലെയർ വരുന്നുണ്ട്. ഏറ്റവും താഴെ ബിസ്ക്കറ്റ്, അതിൻ്റെ മുകളിൽ ടോഫി, പിന്നെ പഴം, പിന്നെ ക്രീം. ഇതും കൂടെ നല്ലപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. ഇതൊന്ന് വൃത്തിയായതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പൈ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഈ ചോക്ലേറ്റും കൂടി ഇട്ടതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ മുറിച്ചെടുക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. പഴത്തിൻ്റെയും ടോഫിയുടെയൊക്കെ മിക്സ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. താങ്ക് യു.